തമിഴ് സിനിമയിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു സിനിമയാണ് യന്ത്രൻ. 15 വർഷമായി ആ സിനിമ റിലീസ് ചെയ്തിട്ട്. ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ 94 തമിഴ് സിനിമയിലെ മുൻനിര സംവിധായകരുടെ തന്നെ ആ ഒരു പൊസിഷനിലെത്തിയ ഒരാളാണ് ശങ്കർ. കാരണം അന്ന് നമുക്കറിയാം ജെന്റിൽമാൻ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമയാണ്. ഒരു ട്രെൻഡ് തന്നെയായിരുന്നു അതിലെ പാട്ടുകളും എയർമാൻ്റെ മ്യൂസിക്കും ഒക്കെ. അപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞ് പിന്നെ കാതലൻ സംഭവിക്കുന്നു, അത് കഴിഞ്ഞ് ഇന്ത്യൻ സംഭവിക്കുന്നു. ഇതോടുകൂടി ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയോടുകൂടി ശങ്കർ പിന്നെ ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു സംവിധായകരുടെ തന്നെ ഒരു റെമ്യൂണറേഷനൊക്കെ മേടിക്കുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ശങ്കർ രജനീകാന്തിനെ അപ്രോച്ച് ചെയ്തു. അന്ന് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കമൽഹാസനെ വെച്ച് സിനിമ ചെയ്തു. പിന്നെ അടുത്ത രജനീകാന്തിലേക്ക് പോകുക എന്നുള്ളതാണ് എല്ലാവരും നോക്കുക. അങ്ങനെ രജനീകാന്തിനെ അപ്രോച്ച് ചെയ്തിട്ട് രജനീകാന്തിനോട് 2-3 കഥകൾ പറഞ്ഞു. പക്ഷേ രജനീകാന്തിന് അതൊന്നും അത്ര തൃപ്തി വന്നില്ല. അന്ന് പറഞ്ഞ കഥകൾ ശിവാജി ഉണ്ടായിരുന്നു, യന്ത്രൻ്റെ കഥയുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സംഭവിച്ചില്ല. അന്നത് രജനീകാന്ത് സിനിമ സംഭവിച്ചില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് നമുക്കറിയാം മുതൽവൻ ചെയ്തു. മുതൽവൻ്റെ ഹിന്ദി ചെയ്തു അനിൽ കപൂറിനെ വെച്ച്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് 2000 അന്ന് അത്ര പരിചിതമല്ലാത്ത എന്താ പറയുക ഒരു റോബർട്ട് കഥയൊക്കെ വെച്ചിട്ട് കമൽഹാസനും പ്രീതി സെന്നെയും വെച്ചിട്ട് ശങ്കർ പ്ലാൻ ചെയ്യണത്. അന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ട്സ് വരെ നടത്തു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ പഴയ സ്റ്റിൽസൊക്കെ വീണ്ടും പലതും ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അപ്പോൾ അതിൽ രജനീകാന്തിനെ ഒരു മേക്കപ്പ് ഇടിപ്പിക്കുന്നതും ഒരു ഫോട്ടോഷൂട്ടും ശങ്കറിൻ്റെയൊക്കെ പഴയ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. പക്ഷേ ആ സിനിമ അന്ന് അത് ഭയങ്കര ന്യൂസായിരുന്നു. അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരുപാട് ചർച്ച ചെയ്താണ്. കാരണം അന്ന് ഇത്ര ടെക്നോളജി ഒന്നും ഇന്നത്തെ പോലെയൊന്നും ഇല്ല. 25 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ആ സിനിമ അന്ന് സംഭവിച്ചില്ല. അത് കമൽഹാസനായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണോ മറ്റു പല കാരണങ്ങളാണോ എന്നറിയില്ല. എന്തായാലും ആ സിനിമ അന്ന് സംഭവിച്ചില്ല. ശങ്കർ ആ സിനിമ തൽക്കാലം മാറ്റി വെച്ചിട്ടാണ് പിന്നീട് ബോയ്സ് പോലത്തെ സിനിമകളിലേക്കൊക്കെ പോയത്. അത് കഴിഞ്ഞ് പിന്നെ രജനീകാന്തിനെ വെച്ചിട്ട് ശിവാജി എന്ന് പറയുന്ന ഒരു സിനിമ 2007 സംഭവിച്ചു. അത് അന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ അതുവരെയുള്ള എല്ലാ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 100 കോടിയോ അങ്ങനെ എന്തോ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. രജനീകാന്ത് എപ്പോഴും റെക്കോർഡ് സൃഷ്ടിക്കുന്ന നടനാണ്. അതുപോലെ തന്നെയാണ് ശങ്കറും. അങ്ങനെ ആ സിനിമ ശിവാജി ഹിറ്റായ ശേഷം രജനീകാന്തിനെ വെച്ചിട്ട് ആണ് പിന്നീട് യന്ത്രൻ 2010 നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ശിവാജിയുടെ പ്രൊമോഷൻ സമയത്ത് ശങ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റീല് ഈ അടുത്ത് വീണ്ടും ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ശങ്കർ പറയുന്നുണ്ട് അടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് റോബർട്ട് എന്ന് പറയുന്നതാണ്. അത് ഹിന്ദിയിലാണ് അന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ഷാറൂഖ് ഖാനും പ്രിയങ്ക ചോപ്രേനെയും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പണ്ട് കമൽഹാസനെയും പ്രീതി സെന്നെയും വെച്ചിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഫോട്ടോഷൂട്ട് വരെ നടന്നു. സിനിമ ഡ്രോപ്പായി. അതേ സാധനം പിന്നീട് ഷാറൂഖ് ഖാനെയും പ്രിയങ്ക ചോപ്രേനെയും വെച്ചിട്ട് വീണ്ടും ഒന്ന് റീവർക്ക് ചെയ്ത് വീണ്ടും എന്ന് വെച്ചാൽ ഉടനെ തുടങ്ങാൻ പോകുന്ന രീതിയിലാണ്. പക്ഷേ ആ സിനിമയും സംഭവിച്ചില്ല. അതും ഈ പറഞ്ഞ പോലെ ഷാറൂഖ് ഖാനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അഭിപ്രായ വ്യത്യാസമാണോ നമുക്കറിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് രജനീകാന്തിൻ്റെ അടുത്ത് പോയിട്ടാണ് യന്ത്രൻ സംഭവിക്കുന്നത്. പിന്നെ നമുക്കറിയാം ചരിത്രമാണ് എന്താണ് എന്നുള്ളത്. കാരണം രജനീകാന്തിൻ്റെ 2 ലുക്കിൽ നമ്മൾ രജനീകാന്തിനെ കാണുന്നു. രജനീകാന്ത് എത്ര നാളുകൾക്ക് ശേഷം ഒരു നെഗറ്റീവ് ടച്ചിലുള്ള രജനീകാന്തിനെയും നമ്മൾ ആ സിനിമയിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് യന്ത്രൻ 2.0 ഇറങ്ങി. 2.0 ഈ പറഞ്ഞ പോലെ 1ൻ്റെ അത്ര അഭിപ്രായം കിട്ടിയില്ല. പക്ഷെ അതും കളക്ഷനിൽ എനിക്ക് തോന്നുന്നു അതും വേൾഡ് വൈഡ് 600 കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇന്നും എനിക്ക് തോന്നുന്നു യന്ത്രൻ 2.0ൻ്റെ കളക്ഷനെ പല ഓവർസീസിലോ പല ഏരിയയിലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇനീഷ്യൽ കളക്ഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്തായാലും യന്ത്രൻ എന്ന് പറയുന്ന ഒരു സിനിമ 15 വർഷം ആയിട്ടെങ്കിലും ഇന്നും ഭയങ്കര ഫ്രഷായിട്ടുള്ള ഒരു കൺസെപ്റ്റും എൻ്റെ സിനിമകളൊക്കെയാണ്. എപ്പോഴും നമുക്ക് ഇരുന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന അതിലെ സീൻസും ഇപ്പം പിന്നീട് ഈ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ റീൽസും ഒക്കെ ഭയങ്കര ആക്റ്റീവായപ്പോഴാണ് പഴയ സിനിമകളെക്കുറിച്ചും പഴയ പല ആളുകളുടെ ഇൻ്റർവ്യൂസൊക്കെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ശങ്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് കമൽഹാസൻ്റെയും പ്രീതി സെൻ്റെയും കഥ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഷാറൂഖ് ഖാനെ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തത് എനിക്ക് അത്ര ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.